കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വടകര നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ തുടക്കം. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ജയരാജൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് LJDയിൽ കുഴപ്പമുണ്ടെന്ന പ്രചാരണം നിലനിൽക്കെ LJD നേതാവും മുൻ മന്ത്രിയുമായ KP മോഹനോടൊപ്പം P. ജയരാജൻ പുഷ്പന്റെ വീട് സന്ദർശിച്ചു എന്നത് ഈയൊരു പ്രചാരണത്തെ ആസ്ഥാനത്താക്കുകയാണ്. വടകര നിയോജകമണ്ഡലത്തിൽ മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും LDF സ്ഥാനാർത്ഥി P. ജയരാജൻ പ്രചാരണത്തിന് തുടക്കമിട്ടു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ ചൊക്ലി മേനപ്പുറത്തെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. വടകരയിൽ LDF ശക്തിയായി തിരിച്ചുവരവ് നടത്തുമെന്ന് P. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഘടകകക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും LJD നേതാവ് KP മോഹനൻ ഒപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ വടകര പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 തവണ നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലോക് താന്ത്രിക് ദളിൻ്റെ നേതാവായിട്ടുള്ള സഖാവ് KP മോഹനൻ നമ്മുടെ കൂടെയുണ്ട്. വടകര മണ്ഡലം വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കുമെന്ന് LJD കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് യന്ത്രം പ്രകടിപ്പിച്ചത് നേതൃത്വത്തോടുള്ള പ്രതിഷേധം മാത്രമാണെന്നും LJD നേതാവും മുൻ മന്ത്രിയുമായ KP മോഹനും പ്രതികരിച്ചു. സഖാവ് P. ജയരാജനാണ് വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. P. ജയരാജൻ്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളെ കൂടി വിജയമാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് LJDയുടെ പ്രവർത്തകരും നേതാക്കന്മാർക്ക് തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് P. ജയരാജനെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. മന്ത്രി KK ശൈലജ, M. സുരേന്ദ്രൻ, KK പവിത്രൻ, MC പവിത്രൻ തുടങ്ങിയ നേതാക്കളും P. ജയരാജനോടൊപ്പം ഉണ്ടായിരുന്നു. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും P. ജയരാജൻ സന്ദർശിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.